കഴിഞ്ഞ വീക്കിൽ ഏറ്റവും കൂടുതൽ ഹൗസിലും പുറത്തും ചർച്ചയായിട്ടുള്ള ഒരു വിഷയമായിരുന്നു അനുമോൾ ജിസയിൽ വഴക്കും. നിഷിദ്ധമായിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സുകൾ ജിസയിൽ നിരന്തരമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നായിരുന്നു ആ ഒരു വഴക്കിന്റെ അടിസ്ഥാനം. ഇത് മനസ്സിലാക്കിയ അനുമോൾ പരിശോധനയിലൂടെ ജിസേലിന്റെ മേക്കപ്പ് ഉപയോഗം കണ്ടുപിടിച്ചു. എന്നാൽ ഹൗസിലെ ഭൂരിഭാഗം മത്സരാർത്ഥികളും ജിസേലിനൊപ്പമായിരുന്നു. അത് മാത്രവുമല്ല, ജിസേലിന്റെ വസ്തുക്കൾ അനുവാദമില്ലാതെ പരിശോധിച്ചതിന് അനുവിനെ ശകാരിക്കുകയും ചെയ്തു. അതിലെ രോഷം കൊണ്ട് അനുമോൾ സഹ മത്സരാർത്ഥികളായ പുരുഷന്മാരെയെല്ലാം മൊണ്ണകളെന്നും ശൈത്യമായിട്ടുള്ള ആ ഒരു സംസാരത്തിനിടയിൽ പറഞ്ഞു. അത് വലിയ രീതിയിൽ ബി പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി. അത് മാത്രവുമല്ല, ആ വീഡിയോ ഹൗസിലെ മറ്റു മത്സരാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കണമെന്നാണ് പ്രേക്ഷകരും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അതുപോലെ തന്നെ സംഭവിച്ചു. ലാലേട്ടൻ ഇന്ന് ഏറ്റവും കൂടുതൽ വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ച ചെയ്തത് അനു ജിസേൽ കാറ്റ് ഫൈറ്റും അതുപോലെ ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമായിരുന്നു. എല്ലാവരും ജിസേലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് താൻ പറഞ്ഞു എന്നും അനുമോൾ സമ്മതിച്ചു. ശേഷം അനുവിന്റെ വൈറലായ വീഡിയോയും ഹൗസിൽ മോഹൻലാൽ പ്രദർശിപ്പിച്ചു. മൊണ്ണയല്ലാത്ത ഒരാളെങ്കിലും നമുക്ക് കിട്ടിയല്ലോ, അഭിലാഷിനെ കൺഗ്രാറ്റുലേഷൻസ് എന്നും ലാലേട്ടൻ പറഞ്ഞു. അഭിലാഷ് ഒഴികെ ഹൗസിലെ മറ്റെല്ലാവരും മൊണ്ണകളാണെന്നാണ് അനു പറഞ്ഞത്. അനുമോൾ അങ്ങനെ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ഞങ്ങളോട് പറയാമായിരുന്നു എന്നായിരുന്നു വീഡിയോ കണ്ട ശേഷം അനീഷിന്റെ പ്രതികരണം. അനുവിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണല്ലോ മൊണ്ണ എന്ന് പറയുന്നത്. അതുകൊണ്ട് അനു പറയുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ജിസേലിനോട് ഇഷ്ടക്കൂടുതൽ ഒന്നുമില്ല. പിന്നെ ഓരോരുത്തരുടെ ക്യാരക്ടർ വരുമ്പോൾ അതിന്റെ ക്വാളിറ്റി കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അടുക്കും എന്നാണ് അക്ബർ പറഞ്ഞത്. അനുവിനോട് സംസാരിച്ച് ഒപ്പം നിന്ന് ഗെയിം കളിച്ചാൽ അയാളെ നല്ലതെന്ന് അനു പറയും. അനുവിന്റെ തെറ്റ് പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ അനുവിനെ എതിരെ സംസാരിച്ചാൽ നമ്മളെ കുറിച്ച് തോന്നിയത് പറഞ്ഞുണ്ടാക്കും. ഗെയിമിന്റെ ഭാഗമായി എടുക്കാൻ പറഞ്ഞാൽ പോലും വൈരാഗ്യ ബുദ്ധിയോടെയാണ് എല്ലാത്തിനെയും എടുക്കുന്നത്. അതുകൊണ്ടാകും ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നത് എന്നാണ് അപ്പാനി ശരത്ത് പറഞ്ഞത്. ജിസേലിന്റെ പ്രശ്നം വന്നാൽ ചേട്ടന്മാരോട് ഞാൻ അക്കാര്യം സംസാരിക്കും, പക്ഷെ ആരും അത് മൈൻഡ് ചെയ്യില്ല. ജിസേലിനെ സപ്പോർട്ട് ചെയ്യും. അത് വിട്ടേക്ക്, അതിനിപ്പോൾ എന്താണ് എന്നൊക്കെയാണ് പറയാറ്. ജിസേലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് ഞാൻ പറഞ്ഞു, കാരണം എല്ലാവരും ജിസേലിന്റെ കൂടെ തന്നെയാണ്. എന്നെ എല്ലാവരും കോർണർ ചെയ്യുന്നതായിട്ട് തോന്നി എന്നാണ് അനു പറഞ്ഞത്. ചെയ്യാത്ത കുറ്റം തലയിൽ വെച്ച് തരുമ്പോൾ ദേഷ്യം വരുമെന്നും അനു ലാലേട്ടനോട് പറഞ്ഞു. ദേഷ്യം വരുമ്പോൾ കൊല്ലുമെന്നൊന്നും പറയാൻ പാടില്ല എന്ന് അനുവിനെ താക്കീതും നൽകി. മേക്കപ്പ് ഉപയോഗിക്കരുതെന്ന് പലതവണ ജിസേലിന് വാൺ ചെയ്തു എന്നും എന്നിട്ട് റൂൾ ബ്രേക്ക് ചെയ്തു എന്നാണ് അനുമോൾ പിറകെ നടന്ന് ജിസേലിന്റെ തെറ്റ് കണ്ടുപിടിച്ചതിനും അഭിനന്ദനം അർഹിക്കുന്നു എന്നും ലാലേട്ടനും പറഞ്ഞു. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് തന്നെ ഹൗസിലെ പുരുഷന്മാർ ഇനി അനുവിനെ കൂടുതൽ കൂട്ടാൻ സാധ്യതയില്ല. ഹൗസിലെ നിലനിൽപ്പ് അനുവിന് കൂടുതൽ ഇനി അങ്ങോട്ട് വിഷമകരമാകും എന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ സാധിക്കുന്നത്.